ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഭരണസമിതി രാജിവെക്കണം എന്നതാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. UDF-നൊപ്പം കലാരാജുവുമുണ്ട്. പ്രതിഷേധം അവസാനിച്ചിട്ടില്ല. നമുക്കിപ്പോൾ അർജുൻ മട്ടന്നൂർ തുടരുന്നു. അർജുൻ മട്ടന്നൂർ, ഇന്നത്തെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഇല്ല കൗൺസിൽ യോഗത്തിലല്ലേ? സുജയ, ഇപ്പോൾ ചെയർപേഴ്സണായ വിജയ ശിവൻ അജണ്ടകൾ ഓരോന്നായി പാസ്സാക്കുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് അതിദാരിദ്ര്യമുള്ളവർ ഇല്ലാത്ത നഗരസഭയായി കൂത്താട്ടുകുളത്തെ പ്രഖ്യാപിക്കുന്നു എന്നതായിരുന്നു ഒരു അജണ്ട. ഇതടക്കമുള്ള അജണ്ടയിലേക്ക് ചെയർപേഴ്സൺ കടന്നു. അതിന് തൊട്ടു പിന്നാലെ ഇത് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല, ഭൂരിപക്ഷം പ്രതിപക്ഷത്തിനൊപ്പമാണ് എന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പറയുകയാണ്. അത്തരത്തിൽ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയില്ലാതെ എങ്ങനെയാണ് ഇത്തരം അജണ്ടകൾ പാസ്സാക്കുന്നത് എന്ന ചോദ്യവുമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് പ്രതിപക്ഷ നേതാക്കൾ. അത്തരത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. അതേസമയം നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്താണ്. ഇപ്പോൾ നഗരസഭാ സെക്രട്ടറിയുടെ ചില രേഖകളടക്കം പ്രതിപക്ഷം തട്ടിപ്പറിച്ചിരുന്നു. അത് പോലീസിന്റെ സഹായത്തോടു കൂടി പ്രതിപക്ഷ അംഗങ്ങളിലാണ്. ഓരോ ബില്ലുകളായി അവിടെ പാസ്സാക്കുന്നു. എന്നാൽ പ്രതിഷേധം തുടരുന്നു. പ്രതിപക്ഷം കലാരാജു കൗൺസിലർ ഇപ്പോൾ UDF-നും ഒപ്പമാണ്. ചെയർപേഴ്സൺ വിജയ ശിവനെ വ്യക്തിപരമായി ആക്ഷേപിച്ചതിൽ നിയമ നടപടിയിലേക്ക് കടക്കുമെന്നവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്.